ഉള്ള ഈ മഹത്തായ ഇസ്ലാഹി സെന്ററിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കരുണാമയനായ അർഹമുർ-റാഹിമീനായ പടച്ച റബ്ബ് നാം ഏവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അൽ മൗത്ത് എന്ന് പറയുന്ന പദം, മരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു, ഇംഗ്ലീഷിൽ ഡെത്ത് എന്ന് പറയുന്നു. സത്യത്തിൽ മരണം എന്നുള്ള ആ ഒരു പ്രതിഭാസം, അതിന്റെ നിർവചനം എന്ത് എന്ന് വസ്തുനിഷ്ഠമായിട്ട് ഇനിയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മരണം എന്നുള്ളത് ജീവിതത്തിന്റെ അവസാനമാണോ? എന്നാൽ ഒരർത്ഥത്തിൽ അവസാനമല്ല. ഹുവ നിഹായത്തുൽ ഹയാത്തി ദുനിയ, ഈ ഭൗതിക ലോകത്തുള്ള ജീവിതത്തിന്റെ അന്ത്യമായിരിക്കാം. പക്ഷേ വബിദായത്തുൽ ഹയാത്തിൽ ആഖിറ, അത് പരലോക ജീവിതത്തിന്റെ ആരംഭമാണ്. ഉഖ്റവിയായ ലോകത്ത് ഉള്ള ജീവിതമുണ്ട്. ആ ജീവിതത്തിന്റെ തുടക്കമാണ് മരണം എന്ന് പറയുമ്പോ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് മരണം എന്ന് പറയുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ആ മരണം എന്ന് പറയുന്നത് വലിയൊരു സത്യമാണ്, വലിയൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കളും ജീവികളും സയുഫ്ന, അത് നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, അത് അവസാനിക്കപ്പെടുക തന്നെ ചെയ്യും. മരണം എന്ന് പറയുന്നത് അതാ അങ്ങ് കാണുന്ന പർവ്വതങ്ങൾക്കപ്പുറത്തല്ല, ഇതാ ഈ ചുമലുകൾക്ക്, മനുഷ്യ നിന്റെ ഈ തോളുകൾ അതിനടുത്ത് തന്നെ, സമീപത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മരണം ഒരു രോഗമാണ്. ആ മരണം എന്ന് പറയുന്ന രോഗത്തിന്റെ പ്രത്യേകത അതിന് മരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മരണം സത്യവിശ്വാസവും ഭക്തിയും സുഹൃതവും ഉള്ള ആളുകൾക്ക്, അത് ചെയ്തു കൂട്ടിയിട്ടുള്ള ജീവിതത്തില് അങ്ങനെയുള്ള നന്മകൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മരണം എന്ന് പറയുന്നത് ആശ്വാസമായിരിക്കും. മരണം മനുഷ്യന്റെ മനസ്സുകളെ, ഹൃദയങ്ങളെ ഉപദേശിക്കുവാൻ, അവന് സതുപദേശം നൽകുവാൻ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. അൽ മൗതു വാഇദുൽ ഖുലൂബ്, മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുവാൻ പ്രാപ്തമായ ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. അത് മാത്രമാണോ? വസ്സാജുർ അനിദ്ദുനൂബ്, പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ ആട്ടി അകറ്റുവാൻ, അകറ്റി നിർത്തുവാൻ പര്യാപ്തമായ ഒന്നാണ് മരണം എന്നുള്ളതാണ്. ആ മരണം വിശുദ്ധ ഖുർആൻ 50-ാം അധ്യായം സൂറത്തു ഖാഫിന്റെ 19-ൽ പറയുകയാണ്, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, സത്യമായിട്ടും ഉറപ്പായിട്ടും മരണത്തിന്റെ വെപ്രാളം, മരണത്തിന്റെ വേദന അത് വരുന്നത് തന്നെയാണ്. ذَلِكَ مَا كُنْتَ مِنْهُ تَحِيدُ, നീ എന്തൊന്നിൽ നിന്നാണോ ഓടി അകലുന്നത്, എന്തൊന്നിൽ നിന്നാണോ രക്ഷപ്പെടാനായിട്ട് നീ ആഗ്രഹിക്കുന്നത്, ആ മരണം വേദനയോടുകൂടെ തീർച്ചയായും അത് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ്. മരണം അത് സൃഷ്ടികളുടെ ആയുസ്സിന്റെ അവസാനമാണ് എന്ന് പറയപ്പെടുന്നു. മനുഷ്യന്റെ ആയുസ്സിനെ നശിപ്പിക്കുന്നു. ആ മരണം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ എല്ലാവരും അനുഭവിക്കും. വിശുദ്ധ ഖുർആനിന്റെ സൂറ അൽ ഖസസ് 88 പറയുന്നു,
കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹാ. ആ ആയത്ത് അടിവരയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്തുർ റഹ്മാനിലെ ആയത്തുണ്ടല്ലോ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാനിന്റെ 26, 27 വചനങ്ങൾ എല്ലാവർക്കും അറിയാം. കുല്ലു മൻ അലൈഹാ ഫാൻ, ആ ഭൂമുഖത്തുള്ള എല്ലാം നശിക്കുന്നതാണ്. വയബ്കാ, അവശേഷിക്കും. വജ്ഹു റബ്ബിക, നിന്റെ നാഥന്റെ വദനം. ദുൽ ജലാലി വൽ ഇക്റാം, ഉദാരതയും ഔന്നിത്യവുമുള്ള ആ നാഥന്റെ വദനം അവശേഷിക്കുമെന്നാണ്. സമാനമായ അർത്ഥമുള്ള ഒരു വചനമാണ് സൂറത്തുൽ ഖസസിൽ അല്ലാഹു തആല പറയുന്നത്, കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹാ. ആ മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ ആ മുഖമല്ലാതെ എല്ലാം നശിക്കും. ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ, അവനാണ് വിധി കർത്തൃത്വം, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് എന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന ഒരു പാനീയത്തിന്റെ പാനപാത്രമുണ്ടല്ലോ, അൽ മൗതു കഅസുൻ. മരണം എന്ന് പറയുന്നത് അത് ഒരു പാനപാത്രമാണ്. അൽ കുല്ലു ദായിഖുഹു, ആ എല്ലാവരും ആ പാനപാത്രം അത് നുകർന്ന് ആസ്വദിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, 3-ാം അധ്യായം സൂറ ആൽ ഇംറാനിന്റെ 185-ാമത്തെ വചനം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുക അത് അന്ത്യനാളിലായിരിക്കും. ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആ ഘട്ടത്തിൽ നരകത്തിൽ നിന്ന് ആരൊക്കെ അകറ്റപ്പെടുന്നുവോ, വ ഉദ്ഖിലൽ ജന്ന, ആ സ്വർഗീയ ലോകത്തേക്ക് ആരൊക്കെ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ, അങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ പ്രിയമുള്ളവരെ, ഫഖദ് ഫാസ്, അവന് തീർച്ചയായും വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. പക്ഷെ ആ മരണത്തെ കുറിച്ച് ചിന്തിക്കാനാരുണ്ട്? മരണത്തെ കുറിച്ച് ഓർക്കാനാരുണ്ട്? മരണത്തിനായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ള ആളുകൾ എത്രയുണ്ട്? ഈ ഭൗതിക ലോകത്ത് ഇവിടുത്തെ സുഖങ്ങൾ, ഐശ്വര്യങ്ങള്, ഇവിടുത്തെ സുഖങ്ങള്, ആസ്വാദനങ്ങള്, അതിന്റെ പുറകെ പോകാൻ, അതിനാണ് മനുഷ്യന് അവന്റെ മനസ്സ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദുനിയാവെന്ന് പറയുന്നത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ വഞ്ചനയുടെ ഒരു വിഭവം മാത്രമാണ് എന്നുള്ളതാണ്. മരണം ഇപ്പോ എനിക്കൊക്കെ തോന്നാറുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ട്, ഉണ്ടാകാം. ഞാനൊന്നും ഇപ്പോൾ മരിക്കുകയില്ല. കുറെ കാലം കഴിഞ്ഞ് ഒരു 75, 80 ഒക്കെ വയസ്സുകൾ പിന്നിട്ട ശേഷമായിരിക്കും മരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കേണ്ടത് എന്താണ്? അവന്റെ സുന്ദരമായിട്ടുള്ള ശരീരം, അവന്റെ മുഖത്തിന്റെ കാന്തി, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ ബലം, അവന്റെ ബുദ്ധിയുടെ വൈഭവം, അവന്റെ ഒട്ടേറെ പ്രത്യേകതകൾ, അവന്റെ ചിന്താപരമായിട്ടുള്ള ശേഷി, അവന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത. പക്ഷേ എത്ര അത്ഭുതം കൂറുന്ന, എത്ര ശക്തിയുള്ള, എന്തൊക്കെ കഴിവുള്ള വ്യക്തിത്വങ്ങളാകട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ലോകം കണ്ട അതിശക്തനായിട്ടുള്ള മനുഷ്യർ പോലും മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ചെയറില്ലെങ്കിൽ അത് അപ്പുറത്തെ ക്ലാസ് റൂമിൽ ഉണ്ടാവും.
ആ ക്ലാസ് റൂമില്ല. അപ്പോ എന്റെ പ്രിയമുള്ളവരെ, മരണം എത്ര വലിയ ശക്തിയുള്ള ആളുകളാണെങ്കിലും ശരി, മരണം അവരെ പിടികൂടുക തന്നെ ചെയ്യും. ഈ ദുനിയാവിലെ മരണം ആർക്കെങ്കിലും ഒഴിവാക്കപ്പെടുമായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഈ ഭൂമുഖത്ത് അനശ്വരമായിട്ടുള്ള ജീവിതം നൽകപ്പെടുമായിരുന്നുവെങ്കിൽ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെയുള്ള നശിക്കാത്ത എന്നെന്നും ജീവിക്കുന്ന ശാശ്വതമായിട്ടുള്ള ഒരു ജീവിതം നൽകപ്പെടുമായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, 39-ാം അധ്യായം 30-ാമത്തെ സൂക്തത്തിൽ പറയുകയാണ്, മുഹമ്മദ് നബിയേ ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. അങ്ങ് മരണം രുചിക്കുന്നവനാണ്, മരണത്തിന് വിധേയനാകുന്നവനാണ്. തീർച്ചയായും അവരെല്ലാവരും ആകാശത്തിന് കീഴെയുള്ള ഭൂമിക്ക് മീതെയുള്ള മനുഷ്യരെല്ലാവരും മരണം ആസ്വദിക്കുന്നവരാണ്. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ആ മരണം എന്ന് പറയുന്ന ആ വേദനയേറിയിട്ടുള്ള അനുഭവം അത് ആസ്വദിക്കേണ്ടി വരും. പക്ഷേ ഈ മരണത്തെ കുറിച്ച് ഓർത്ത് നന്മകൾ ചെയ്യാൻ, തിന്മകളിൽ മാറി നിൽക്കുവാൻ ആരുണ്ട് തയ്യാർ? എത്രയെത്ര ജനങ്ങളാണ് പാപങ്ങളുടെ ലോകത്ത് വിഹരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാപാപങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപികളായിട്ടുള്ള മനുഷ്യർ തിന്മകളുടെ ലോകത്ത് അവരിങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അഹംഭാവത്തോടുകൂടെ, അഹന്തയോടുകൂടെ എനിക്ക് പണമുണ്ടല്ലോ, അധികാരമുണ്ടല്ലോ എന്നുള്ള ആ ധാർഷ്ട്യത്തില് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളോ, ഞാൻ ചെയ്യുന്നത് ചെറുതല്ലേ, അത് പ്രശ്നമല്ല, ഒക്കെ നിസ്സാരായ പാപല്ലേ എന്നുള്ളതാണ് മനുഷ്യർ പലപ്പോഴും ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, മഹാനായിട്ടുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന് 10 കൊല്ലം സേവനം ചെയ്തിട്ടുള്ള പ്രഗൽഭനായിട്ടുള്ള സ്വഹാബി വര്യനാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ബാല്യകാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനങ്ങൾ നിർവഹിച്ചത്. ആ മഹാനായിട്ടുള്ള സ്വഹാബി വര്യൻ പ്രവാചകൻ മരണപ്പെട്ടിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ചില വർഷങ്ങൾ പിന്നിട്ടപ്പോ ആളുകൾക്കിടയിൽ ചില കാര്യങ്ങൾ കാണുകയുണ്ടായി. ആരാണത്? ഉത്തമരായ നൂറ്റാണ്ടുകാരാണ്. അവര് വലിയ തെറ്റുകളൊന്നുമല്ല ചെയ്യുന്നത്. നിസ്സാരങ്ങളിൽ നിസ്സാരമെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന ചില പ്രശ്നങ്ങളാണ്, സ്ഖലിതങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ മഹാനായിട്ടുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയാം, സഹോദരങ്ങളെ, ഇന്നകും ലതഅമലൂന അഅമാല, നിങ്ങൾ തീർച്ചയായും ചില കർമ്മങ്ങൾ, ചില പ്രവർത്തനങ്ങൾ, ചില ദോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിയ അദഖു മിൻ ശഅർ, അത് ഈ രോമത്തെക്കാൾ നിസ്സാരമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കുന്നാ നഉദ്ദുഹാ ഫീ സമനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബികാത്ത്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വമ്പിച്ച പാപങ്ങളുടെ കൂട്ടത്തിലായിരുന്നു അങ്ങനെയുള്ള തെറ്റുകൾ ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നത്. ഞാൻ നിങ്ങളൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോ ഇതൊക്കെ ചെറുതല്ലേ, നിസ്സാരല്ലേ എന്നുള്ള ചിന്തയോടുകൂടെയാണ് മഹാനായിട്ടുള്ള മുഹമ്മദ് ബിൻ അൽ മുൻകദിർ എന്ന് പറയുന്ന പ്രഗൽഭനായിട്ടുള്ള ഇസ്ലാമിക ലോകത്തിന് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള പൂർവ്വസൂരികളായ മഹത്വക്കളിൽപ്പെട്ട മഹാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ മരണ സമയത്ത് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അദ്ദേഹം ഇങ്ങനെ കരയുകയാണ്. അദ്ദേഹം ഇങ്ങനെ കരഞ്ഞ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്തിനാണെന്ന് കരയുന്നത്? ഞാൻ കരയുന്നത് ഞാൻ അറിഞ്ഞിട്ട് ചെയ്തിട്ടുള്ള പാപത്തിന്റെ പേരിലല്ല, വലാകിൻ അഖാഫു അന്നി അതൈതു ശൈഅൻ ഹസിബ്തുഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അളീം. ഞാൻ തെറ്റ് ചെയ്യുമ്പോ ഇത് ചെറുതല്ലേ, ഇത് നിസ്സാരമല്ലേ,
വളരെ വളരെ ചെറിയതല്ലേ എന്നുള്ള ഭാവേന ചെയ്യുന്ന ആ പാപങ്ങള് അതാകട്ടെ റബ്ബിന്റെ അടുക്കൽ വമ്പിച്ച പാപങ്ങളാണ്, തെറ്റുകളാണ്. അങ്ങനെയുള്ള തെറ്റുകളെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മരണസമയത്ത് മഹാനായിട്ടുള്ള മുഹമ്മദ് ബിൻ അൽ മുൻകദിർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ചില ആളുകളൊക്കെ ഈ അവര് കുടുംബത്തിന് ദ്രോഹം ചെയ്യും, അയൽപക്കത്തുള്ള ആളുകളോട് ദ്രോഹം ചെയ്യും, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് ദ്രോഹം ചെയ്യും. അങ്ങനെ ചതി, വഞ്ചന, ശാരീരികമായ ഉപദ്രവം, നാവുകൊണ്ടുള്ള ഉപദ്രവം, സാധ്യമാകുന്ന ദ്രോഹങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ എത്ര ആളുകളാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ദുനിയാവിന് മരണപ്പെട്ടു പോകുമ്പോ ആ മയ്യത്തുണ്ടല്ലോ, ആ മയ്യത്തുനിന്ന് ഈ ഭൂമി ലോകത്തുനിന്ന് എടുത്തു കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം പറയപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ടത്, സഹീഹുൽ ബുഖാരിയിലെ കിതാബുർ റഖാഖ് എന്ന് പറയുന്ന ഭാഗത്ത് ബാബു സക്റാത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന എന്ന് പറയുന്ന അധ്യായത്തിൽ കാണാം. 6512 വചനമാണ് അതിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ ഒരു ജനാസ കൊണ്ടുപോകുകയാണ്, ഒരു മയ്യത്ത് കൊണ്ടുപോകുകയാണ്. ഫഖാല മുസ്തരീഹുൻ വമുസ്തറാഹുൻ മിൻഹു, രണ്ട് പദങ്ങളാണ് പ്രയോഗിച്ചത്. ഒന്ന് മുസ്തരീഹുൻ, മറ്റൊന്ന് മുസ്തറാഹുൻ മിൻഹു എന്നാണ്. മുസ്തരീഹുൻ എന്ന് പറഞ്ഞാൽ ആശ്വാസം കൊള്ളാൻ, വിശ്രമിക്കുവാൻ വേണ്ടി പോകുന്നവൻ. മുസ്തറാഹുൻ മിൻഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അവൻ പോകുന്നത് നിമിത്തം മറ്റു ചിലർ ആശ്വാസം കൊള്ളുമെന്നാണ്. സമൂഹത്തിന് ദോഷം ചെയ്യുന്ന, അയൽപക്കത്തുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന, എല്ലാവർക്കും ദ്രോഹം ചെയ്യുന്ന, അങ്ങനെ കുറെ പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ, അവരെ കുറിച്ച് അപ്പോ ഇത് പറഞ്ഞപ്പോ പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെയുള്ള ആ സ്വഹാബികൾ അവരെ ചോദിക്കുകയാണ്, എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മുസ്തരീഹ് മുസ്തറാഹു മിൻഹു എന്നൊക്കെ പറഞ്ഞാൽ? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൽ അബ്ദുൽ മുഅ്മിനു, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിച്ചിട്ടുള്ള, വിശ്വാസം നെഞ്ചേറ്റിയിട്ടുള്ള ഒരു മനുഷ്യന് ഈ ദുനിയാവെന്ന മരണം രുചിച്ചുകൊണ്ട് പോകുമ്പോൾ യസ്തരീഹു മിൻ നസബി ദുനിയാ വഅദാഹാ ഇലാ റഹ്മത്തില്ലാഹ്, അവൻ ഈ ദുനിയാവിന്റെ ക്ഷീണത്തിൽ നിന്ന്, ഈ ദുനിയാവുന്നുണ്ടാകുന്ന ദുരിതത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, അതെല്ലാം ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, അല്ലാഹുവിന്റെ കരുണയുടെ ലോകത്തേക്ക് അവൻ പോവുകയാണ്. എന്നാൽ വൽ അബ്ദുൽ ഫാജിറു, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അയൽവാസികളോടും കുടുംബത്തിനോടും കൂടെ വർക്ക് ചെയ്യുന്നവരോടും വിശ്വസിച്ചവരോടും ഒക്കെ തിന്മകൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന ആളുകളെ, അങ്ങനെയുള്ള ഫാജിറായിട്ടുള്ള, അധർമ്മകാരിയായിട്ടുള്ള മനുഷ്യൻ യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശ്ശജർ, അവനിൽ നിന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള ആളുകള്, ജീവജാലങ്ങള്, വശ്ശജർ, മരങ്ങൾ പോലും ആശ്വാസം കൊള്ളുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, വശ്ശജറു വദ്ദവാബ്, നാൽക്കാലികൾ പോലും ആശ്വാസം കൊള്ളുമെന്ന് എവിടെ വന്നതാ? സ്വഹീഹുൽ ബുഖാരിയിൽ വന്നതാണ്. വളരെ പ്രധാനപ്പെട്ട വചനമാണ്, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭൂമിക്ക് ഒരു ഭാരമായി കൊണ്ട് എല്ലാവരും ആരെയും ഭയക്കാതെ, പടച്ചവനെ പേടിയില്ല, കുടുംബത്തെ പേടിയില്ല, സമൂഹത്തെ പേടിയില്ല, അങ്ങനെയൊക്കെ തിന്മ ചെയ്യുന്ന എത്രയോ ആളുകൾ സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഒരു ലജ്ജയുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ അങ്ങനെ പാപങ്ങളായിട്ട് കഴിയുന്ന, പാപികളായി കഴിയുന്ന ആളുകൾ എത്രയോ സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാനായിട്ട് കഴിയും. മഹാനായിട്ടുള്ള സുലൈമാൻ തൈമി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഇങ്ങനെ മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്ത വിഷമം. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു,
നിങ്ങള് വലിയ തോതിൽ ഇബാദത്തുകളൊക്കെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, ലാ തഖൂലൂ ഹാക്കദാ, നിങ്ങൾ അങ്ങനെ പറയരുതോ. ഹജ്ജ് ചെയ്തിട്ടില്ലേ, ഉംറ ചെയ്തിട്ടില്ലേ, ദാനധർമ്മങ്ങൾ ചെയ്തിട്ടില്ലേ, ഒരുപാട് നന്മ ചെയ്തിട്ടില്ലേ എന്നും നിങ്ങൾ അങ്ങനെ പറയേണ്ടതില്ല. ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള ആ മലിക്കുൽ ജബ്ബാറായിട്ടുള്ള അല്ലാഹുവിന്റെ അടുക്കൽ എന്റെ കർമ്മങ്ങളുടെ രേഖകൾ നിവർത്തി വെക്കപ്പെട്ടാൽ എന്തെല്ലാമാണ് വെളിപ്പെടുക എന്ന് എനിക്കറിഞ്ഞുകൂടാ. നിശ്ചയം റബ്ബ് പറയുകയാണ്, വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. സൂറ അസ്-സുമറിലെ 47-ാമത്തെ വചനമാണ്. എന്താ അതിന്റെ അർത്ഥം? അവർ കണക്ക് കൂട്ടാത്തതൊക്കെ, അവർ വിചാരിക്കാത്തതൊക്കെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ ഇങ്ങനെ തുറക്കപ്പെടും എന്നുള്ളതാണ്, നിവർത്തി വെക്കപ്പെടും എന്നാണ്, വെളിവാക്കപ്പെടും എന്നാണ്. നമ്മൾ തെറ്റ് ചെയ്തിട്ട് മറന്നുപോകും. അള്ളാന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ അള്ളാഹു തആല വെളിവാക്കി തരും. അപ്പോഴാണ് നമ്മൾ ആ അന്തം വിടുക. സഹോദരങ്ങളെ, അപ്പോ നമ്മള് ആ ചെയ്തു പോകുന്ന ആ പാപങ്ങളെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട്, അതൊന്ന് വിരമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന, തകർത്ത് കളയുന്ന അവന്റെ അമലുസ്വാലിഹാത്തുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്ന എന്തെല്ലാം തെറ്റുകളാണ്. 5 നേരം നമസ്കരിക്കുന്നു, റമദാൻ നോമ്പനുഷ്ഠിക്കുന്നു, പാവങ്ങൾ വന്നാൽ, സാധുക്കൾ വന്നാൽ വല്ലതും കൊടുക്കുന്നു, അപ്പൊ ഞാൻ നല്ല മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ തോന്നും. ഓരാ പ്രിയമുള്ളവരെ, ഒരുപാട് നമ്മൾ നന്നാകാനുണ്ട്, ഒരുപാട് നമ്മൾ മാറേണ്ടതുണ്ട്. അതാ മലക്കുൽ മൗത്തുണ്ടല്ലോ, മനുഷ്യനെ മരിപ്പിക്കുന്ന മലക്കിന്റെ പേര് മലക്കുൽ മൗത്ത്. ആ മലക്കുൽ മൗത്ത് നിരന്തരമായി കൊണ്ട് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ അവധി ആയുസ്, ആ നിമിഷം എപ്പോഴാണ് ആഗതമാകുക എന്നുള്ളത് അതോർത്തുകൊണ്ട് നിരന്തരമായി കൊണ്ട് അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, മരണത്തെ ഓർക്കുക, മരണത്തിൽ നിന്ന് ജാഗ്രത കൊള്ളുക. ഓരോ മിനിറ്റുകളിലും, ഓരോ നിമിഷങ്ങളിലും, ഓരോ സെക്കൻഡിലും ഇതാ ഇപ്പോൾ മരണം സംഭവിച്ചേക്കാം എന്നുള്ള ചിന്തയോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. ആഗ്രഹങ്ങള് നമ്മളൊക്കെ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് കുറെ ആഗ്രഹങ്ങളുണ്ട്, പ്ലാനുകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ സഫലമാക്കാൻ കഴിയുമോ? എന്തെല്ലാം സംഭവങ്ങളാണ്. ഈ അടുത്താണല്ലോ കൊല്ലം ജില്ലയിലുള്ള ഒരു സഹോദരൻ ഈ മദീന മുനവ്വറയിൽ ജോലി ചെയ്തിരുന്നു. ആ മനുഷ്യൻ മകളുടെ കല്യാണത്തിന് പോയിട്ട് സന്തോഷത്തോടുകൂടെ എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി മകളുടെ കല്യാണത്തിന് സ്വീകരിക്കുന്ന വീഡിയോ ഒക്കെ വന്നിരുന്നു. എയർപോർട്ടിൽ നിന്ന് സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ബന്ധുക്കളേക്ക് വാരിപ്പുണർന്ന് ആശ്ലേഷിച്ച് സന്തോഷം പങ്കിട്ട്, പക്ഷേ വീട്ടിലേക്ക് എത്തിയില്ല. മലക്കുൽ മൗത്ത് വന്നു, പിടിച്ചെടുത്തു. ആ ശരീരത്തിൽ നിന്ന് റൂഹ് അല്ലാഹു തആലയുടെ ആ മലായികത്തുകള് പിടിച്ചെടുത്തു. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, അല്ലാഹു തആല സൂറത്തു സജദയിൽ പറയുകയാണ്, കുൽ യതവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ വുകില ബികും ഇലാ റബ്ബികും തുർജഊൻ. മരണത്തിന്റെ മലക്കാണല്ലോ മലക്കുൽ മൗത്ത്. ആ മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കും, അതിന്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിച്ച് അല്ലാഹുവിലേക്ക് നിങ്ങളെ അങ്ങനെ മടക്കപ്പെടും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ മരണം എന്ന് പറയുമ്പോ അത് അത്ര സുഖമുള്ള സംഗതിയല്ല. അതിന് വമ്പിച്ച പ്രയാസങ്ങളുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ എത്രയെത്ര വചനങ്ങളാണ്. അല്ലാഹു തആല പറയാണ്, ഫലൗ തറായിദിൽ ആലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. അക്രമികളായിട്ടുള്ള പാപികളായിട്ടുള്ള മനുഷ്യർ
ആ മനുഷ്യരുടെ റൂഹുകള് മലായികത്തുകൾ ഏറ്റെടുക്കുമ്പോൾ, അവരെ മരിപ്പിക്കുമ്പോൾ നീയങ്ങാനും ആ രംഗം അക്ഷരാർത്ഥത്തില് കണ്ടിരുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് മലക്കുകൾ വരുന്ന ആ മലക്കുകൾ വന്നിട്ട് റൂഹിട്ട് ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുന്നത് കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ അത് കണ്ടിരുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല പറയുകയാണ്, വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകും. മലക്കുകൾ പറയുകയാണെന്ന്, നിങ്ങളുടെ ആത്മാവുകൾ അങ്ങോട്ട് പുറത്തു കൊണ്ടുവരൂ എന്നുള്ളത്. ആ സന്ദർഭത്തില് ആ ദുഷ്ടനായ മനുഷ്യന്റെ ആത്മാവ് പുറത്തു വരാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരുമെന്നുള്ളതാണ്. മലായികത്തുകൾ അവരുടെ മുതുകകളിലും പാർശ്വങ്ങളിലും മുഖങ്ങളിലും അടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. ഈ പാപികളുടെ മരണം മാത്രമല്ല, എന്നാൽ ഇതുപോലെയുള്ള തെറ്റായ മാർഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നന്മ ചെയ്തുകൊണ്ട് രാവാകട്ടെ പകലാകട്ടെ രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ എവിടെയുമാകട്ടെ അതിനെ സൂക്ഷിച്ചുകൊണ്ട് നല്ല മനസ്സോടുകൂടെ ജീവിച്ച മനുഷ്യരോ, ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പറയുന്നുണ്ട്, അങ്ങനെയുള്ള മനുഷ്യരുടെ മരണമുണ്ടല്ലോ, അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. സുബ്ഹാനല്ലാഹ്, ആ വിശിഷ്ടരായിട്ടുള്ള ആ ആളുകൾ അവര് മരിക്കുമ്പോ മലക്കുകൾ പറയും, യഖൂലൂന സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് റബ്ബിന്റെ സമാധാനം ഉണ്ടാകട്ടെ, റബ്ബിന്റെ ശാന്തി ഉണ്ടാകട്ടെ. പടച്ച റബ്ബ് അങ്ങനെയുള്ള മരണം സംഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് മാത്രമല്ല, അവരോട് പറയുകയാണ്, ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനുള്ള പ്രതിഫലം പറ്റുവാൻ നിങ്ങൾ ഈ സ്വർഗീയ ലോകത്ത് പ്രവേശിച്ചു കൊള്ളുവിൻ എന്നവരോട് പറയുമെന്ന് 16-ാം അധ്യായം സൂറത്തുൽ നഹ്ൽ 22 പറയുകയാണ്. നേരെ ചൊവ്വെ ജീവിച്ചിട്ടുള്ള അല്ലാഹുവിനെ സൂക്ഷിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിന്റെയും മഹാനായ പ്രവാചകന്റെ അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടുള്ള അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. ആളുകൾ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദൂൻ. തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, ഞങ്ങളുടെ ആരാധ്യൻ അല്ലാഹുവാണ്, അവൻ മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ സുമ്മസ്തഖാമൂ, പിന്നീട് അവർ ശിർക്കിലേക്ക് തിരിയാതെ ഹറാമിലേക്ക് പോകാതെ നേരെ ചൊവ്വെ ജീവിച്ചിട്ടുള്ള ആളുകൾ, നന്മകൾ ചെയ്ത് ജീവിച്ചിട്ടുള്ള ആളുകൾ, ആ ആളുകളുണ്ടല്ലോ പ്രിയമുള്ളവരുടെ അവരുടെ മരണസമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മലായികത്തുകൾ, റഹ്മത്തിന്റെ മലായികത്തുകൾ ഇറങ്ങി വരും, മരണത്തിന്റെ മലായികത്തുകൾ ഇറങ്ങി വരും. എന്നിട്ടോ അവരോട് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ഒരു ഭയവും നിങ്ങൾ ഭയക്കേണ്ടതില്ല. ഈ മരിച്ചു കഴിഞ്ഞാലേ ഖബറിലോ ഉഖറവിയായ ലോകത്തോ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ മരണം സംഭവിച്ചാൽ ഈ ദുനിയാവില് നിങ്ങളുടെ ഭാര്യക്ക്, മക്കൾക്ക്, ബന്ധുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്നത് അതൊക്കെ ഓർത്ത് നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല. എന്നിട്ടോ അബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷം കൊള്ളുക. അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ സുഖ ഐശ്വര്യങ്ങളുടെ, സുഖാനന്ദങ്ങളുടെ, ആ അനുഗ്രഹങ്ങളുടെ കലവറയായിട്ടുള്ള അനുഭൂതിയുടെ ലോകമായിട്ടുള്ള ആ ജന്നത്ത്, അതിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ ഫജ്ർ. അതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ടല്ലോ ഇതേ കാര്യം മറ്റൊരു രൂപത്തില്. നല്ലവരായ മനുഷ്യര് മരിക്കുമ്പോ മലായികത്തുകൾ വരും, എന്നിട്ട് പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ശാന്തി സമാധാനമടഞ്ഞിട്ടുള്ള ആത്മാവേ. അതാരാണ്?
അത് ദുനിയാവില് അന്ത്യശ്വാസം വലിക്കുന്നത് വരെ, ശരീരത്തില് മനസ്സില് ബുദ്ധി ഉള്ളത് വരെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ ജീവിക്കുന്ന നല്ലവരായിട്ടുള്ള മനുഷ്യർ, ആ മനുഷ്യരാണ് അവരുടെ നഫ്സ് എന്ന് പറയുന്നത്, അവരുടെ ആത്മാവെന്ന് പറയുന്നത്. അൻ-നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവാൻ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നീ സമാധാനത്തോടുകൂടെ തൃപ്തിയടഞ്ഞുകൊണ്ട് നിന്റെ റബ്ബിലേക്ക് മടങ്ങുക. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ ദാസന്മാരുടെ കൂട്ടത്തില് നീ പ്രവേശിക്കുക. വദ്ഖുലി ജന്നതി, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, മരണം എന്ന് പറയുന്നത് അത് സത്യത്തില് നമ്മൾ മരണത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും ആ മരണത്തിന്റെയൊക്കെ ഗൗരവം ആളുകൾ എത്ര കണ്ടത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം അത് നമ്മൾ അറിഞ്ഞേ മതിയാകൂ. പറയുന്നവരെ, ഈ ലോകത്തിന്റെ നേതാവ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അംബിയാ മുർസലീങ്ങളുടെ അവസാനത്തെ കണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിന്റെ അന്ത്യനിമിഷങ്ങള് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ആ റസൂലുള്ളാഹിന്റെ അവസാനത്തെ നിമിഷത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തെല്ലാം സംഭവങ്ങളാണ് പ്രവാചകന്റെ അനുഭവങ്ങൾ. അങ്ങനെയാണെങ്കിൽ പാപികളും ദോഷികളുമായിട്ടുള്ള എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കും? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. പ്രിയമുള്ളവരെ, ഹിജറ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ മാസം 12-ാമത്തെ ദിവസം തിങ്കളാഴ്ച, അള്ളാഹുവിന്റെ പ്രവാചകൻ മരണത്തിന്റെ വേദന അതിശക്തമായ തോതില് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാനൽ മർളു ഖദിഷ്തദ്ദ ബിറസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ആ മരണത്തിന് നിമിത്തമാകുന്ന രോഗം അത് കഠിനമാവുകയാണ്. ആ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് സ്വഹാബത്തിന്റെ മനസ്സുകൾ പിടയുകയാണ്. സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ ആ വേദനയും വിഷമൊക്കെ കണ്ടിട്ട് അവര് തന്നെ ആകെ അവരുടെ മനസ്സൊക്കെ പതറിപ്പോകുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചുകൊണ്ടൊരു സ്വകാര്യം പറയുകയാണ്. ഉടനെ ഫാത്തിമ കരയുകയാണ്. പ്രിയമുള്ളവരെ, അതായത് മരണത്തെ കുറിച്ചുള്ള സൂചന കൊടുക്കുകയാണ്. പ്രവാചകന് താനും മരിക്കുകയാണ് എന്നുള്ള ഒരു സൂചന, ഒരു ബോധം ഒരുപക്ഷെ മനസ്സിൽ തോന്നിയേക്കാം. അങ്ങനെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു സ്വകാര്യം പറഞ്ഞു. അപ്പോൾ അവർ ചിരിക്കുകയാണ്. എന്താ പറയുന്നത്? എന്റെ വീട്ടിൽ നിന്ന് എന്റെ പുറകെ വരിക ആദ്യമായിട്ട് നീയായിരിക്കും എന്നാണ് ആ പറഞ്ഞത്. അപ്പോഴാണ് അവർ ചിരിച്ചത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ചുരുക്കി പറയുകയാണെങ്കിൽ ആ പ്രവാചകന്റെ മരണത്തിന്റെ ദുരന്തം, വേദന അത് കാഠിന്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തില് ഫാത്തിമ റളിയല്ലാഹു തആല പറയുകയാണ്, എന്റെ പൊന്നു പിതാവിന്റെ വേദന, എന്റെ പൊന്നു പിതാവിന്റെ വെപ്രാളം എന്ന് പറയുകയാണ്. പ്രവാചകന്റെ ബോധം നഷ്ടപ്പെട്ടു. പ്രവാചകന്റെ ബോധം ഇടയ്ക്ക് തിരിച്ചു വരുന്നു. ആ സമയത്താണ് ഫാത്തിമയുടെ റളിയല്ലാഹു തആല ആ വാക്കുകൾ കേൾക്കുന്നത്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ കർബ അലാ അബീക ബഅദൽ യൗം, ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ പിതാവിന് ദുരന്തമില്ല, വേദനയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ പ്രവാചകൻ ചില ഉപദേശങ്ങൾ നൽകുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ നിമിഷങ്ങളാണ്. മുസ്ലിം ലോകത്തിന് നൽകുന്ന വസിയ്യത്താണ്. ഒന്നാമത്തെ വസിയ്യത്ത് എന്ന് പറയുന്നത് നമസ്കാരം, നമസ്കാരം.
നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പോരായ്മ കാണിച്ചു പോകരുത്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വീഴ്ചയുണ്ടാക്കരുത്. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ബാധ്യതകൾ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ കീഴിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇണയാവാം, നമ്മുടെ മക്കളാവാം, നമ്മുടെ മാതാപിതാക്കളാകാം, സഹോദരി സഹോദരങ്ങളാകാം, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാകാം. അവരുടെ അവകാശങ്ങൾ, അവരോടുള്ള കടമകള്, അങ്ങനെ റസൂൽ അതൊക്കെ ആവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ മരണത്തിന്റെ വേദന വീണ്ടും കാഠിന്യം പ്രാപിക്കുകയാണ്. അങ്ങനെ റസൂലുള്ള തന്റെ അടുത്തുള്ള വെള്ളത്തിന്റെ പാത്രത്തിൽ കൈയിടുകയാണ്. എന്നിട്ട് ആ വെള്ളം കൊണ്ട് തന്റെ മുഖത്ത് തടവുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ മരണത്തിന് മുമ്പ് പറയേണ്ടെന്ന വാക്ക് പറയുകയാണ്. അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്നലിൽ മൗതി ലസകറാത്ത്. സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. തീർച്ചയായും മരണത്തിന് വമ്പിച്ച വേദനയുണ്ട്, വമ്പിച്ച പ്രയാസമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതാ പ്രവാചകന്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു, അവിടത്തെ ചലനം മറ്റു പോകുന്നു. അതിനു മുമ്പ് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അത് പാരായണം ചെയ്യുകയാണ്. ആ ആയത്ത് എന്ന് പറയുന്നത്, വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻ-നിസാ എന്ന് പറയുന്ന അധ്യായത്തിലെ വചനമാണ്. അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹുമ്മ അർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. പ്രവാചകൻ അത് പ്രാർത്ഥിച്ച് അങ്ങനെ മരണപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് പോലും മരണത്തിന്റെ വേദന അനുഭവിച്ചു എന്നുള്ളത് പരമസത്യമാണ്. പ്രിയമുള്ളവരെ, ആ വേദന എത്രയായിരിക്കും ചില മഹാന്മാർ രേഖപ്പെടുത്തി. ഒരുപാട് വെള്ളം, സമുദ്ര തുല്യമായിട്ടുള്ള, സമുദ്രത്തിന് സമാനമായിട്ടുള്ള അത്ര വെള്ളം കുടിക്കാനുള്ള ദാഹം ആ സമയത്തുണ്ടാകുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, പാപിയായിട്ടുള്ള മനുഷ്യർക്ക് കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى. 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമ, അതിന്റെ 33-ാം സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ്. മനുഷ്യന്റെ ആ പ്രാണൻ, ആ ജീവൻ, ആത്മാവെന്ന് പറയുന്ന സംഭവം അതവന്റെ തൊണ്ടക്കുഴിയിലെത്തിയാൽ അവനോട് പറയപ്പെടും, വഖീല മൻ റാഖ്, ആരുണ്ട് മന്ത്രിക്കാൻ, വദന്ന, അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു, അന്നഹുൽ ഫിറാഖ്, ഇതാ ഞാൻ എന്റെ മക്കളെ, എന്റെ പ്രിയതമയെ, എന്റെ എല്ലാമായിട്ടുള്ള വീടും കുടുംബവും ബന്ധുമിത്രാദികളും അവരെയൊക്കെ ഇതാ വിട്ടേച്ച് ഞാൻ പോകുന്നു എന്നവൻ ഉറപ്പാക്കുകയാണ്. അവന്റെ കണങ്കാലുകൾ അതാ കൂടിപ്പിണയുന്നു. മരണത്തിന്റെ വേദന കൊണ്ട് മനുഷ്യന്റെ ആ കാലുകൾ തമ്മിൽ കൂടിപ്പിണയുകയാണ്. ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്, അതാ അവന് മലക്കുകള് അവന്റെ റബ്ബിലേക്ക് അതാ തെളിച്ചു കൊണ്ടുപോകുകയാണ്. ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ, അവൻ അല്ലാഹുവിന്റെ ദീനിനെ സത്യപ്പെടുത്തുകയോ നമസ്കരിക്കുകയോ ചെയ്തിട്ടില്ല. വലാകിൻ കദ്ദബ വതവല്ലാ, അവൻ നിഷേധിക്കുകയും പിന്തിരിയുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടോ അവന്റെ ആളുകളിലേക്ക് അഹങ്കാരപൂർവ്വം പോയി. സഹോദരങ്ങളെ, അപ്പോ നമസ്കാരത്തിലും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വീഴ്ച വരുത്തുന്ന ഉറച്ച പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ, അവരുടെയൊക്കെ മരണത്തിന്റെ രംഗം ഇങ്ങനെയായിരിക്കാമെന്ന് ഖുർആനിന്റെ വചനത്തിൽ സൂചനയുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മഹാനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ആ റസൂലുള്ളാഹിക്ക് മരണത്തിന്റെ വേദനയുണ്ടായിരുന്നുവെന്നും അത് പ്രവാചകൻ തുറന്ന് പ്രഖ്യാപിച്ചുവെന്നും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ആ മരണത്തിന്റെ വേദനയിൽ നിന്ന് ഒരാശ്വാസം കിട്ടാൻ മഹാനായ റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. സഹീഹ് മുസ്ലിമിലെ 2720 വചനം, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. എന്റെ കാര്യത്തിന്റെ സുരക്ഷയായിട്ടുള്ള എന്റെ ദീന്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? എന്റെ ദീനി, എന്റെ മതം, അതെനിക്ക് നന്നാക്കി തരേണമേ. വഅസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫിഹാ മആശി. എന്റെ ഉപജീവനമായിട്ടുള്ള, എന്റെ സമ്പാദ്യമാർഗം ആയിട്ടുള്ള ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യം എനിക്ക് നീ നന്നാക്കി തരേണമേ. വഅസ്ലിഹ് ലീ ആഖിറതി അല്ലതീ ഫിഹാ മആദി. എന്റെ മടക്കമുള്ളതായ, ഞാൻ ഉറപ്പായിട്ടും മടങ്ങി പോകേണ്ടുന്ന ആ ഉഖ്റവിയായ ലോകം എനിക്ക് നന്നാക്കി തരേണമേ, ആഖിറത്ത് നന്നാക്കി തരേണമേ എന്ന്. വജ്അലിൽ ഹയാത സിയാദതൻ മിൻ കുല്ലി ഖൈർ. എല്ലാ നന്മ കൊണ്ടും എന്റെ ജീവിതത്തിലെ വർധനവുണ്ടാക്കി തരേണമേ. എന്നിട്ട് പറയാണ്, വജ്അലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർർ. എല്ലാ ദോഷത്തിൽ നിന്നും മരണത്തെ എനിക്ക് ആശ്വാസമുള്ളതാക്കി തരേണമേ എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ. സഹോദരങ്ങളെ, ആരാ റസൂല്? എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട മഅസൂമായിട്ടുള്ള, പാപ സുരക്ഷിതൻ എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കല് നമ്മുടെ ഈമാനിന്റെ ഘടകമാണ്. ആ റസൂലുള്ള സ്വർഗീയ ലോകത്തേക്ക്, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ആദ്യമായി പ്രവേശിക്കുക അല്ലാഹുവിന്റെ റസൂലാണ്. ഖിയാമത്ത് നാളിൽ മനുഷ്യ മക്കളുടെ നേതാവ് അല്ലാഹുവിന്റെ റസൂലായിരിക്കുമെന്ന് ആ പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെയുള്ള റസൂല് മരിച്ചു പോകുമ്പോ, ആ മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ചെടുക്കുമ്പോ, എന്റെ മരണം എനിക്ക് ആശ്വാസമുള്ളതാക്കി തരയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓർക്കുക, ആ മരണത്തെ കുറിച്ച് നമുക്ക് ചിന്തയില്ല, ആ മരണത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും തകർത്തു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കുവിൻ എന്ന് മാത്രമല്ല, അയൽപക്കത്ത് ആരെങ്കിലും മരണപ്പെട്ടാൽ, വല്ല ആളുകൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് മരണപ്പെട്ടാൽ അന്ന് നമുക്ക് മരണത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാവും. അല്ലെങ്കിൽ വീട്ടിൽ മരണപ്പെട്ട 2-3 ദിവസം, ഒരാഴ്ചക്ക്. എന്നാൽ അങ്ങനെയല്ല. ഹദീസിൽ എന്താ പറയുന്നത്? അക്തിറു. എന്താണ് ഈ അക്തിറു എന്ന് പറഞ്ഞാൽ? കതീർ എന്ന് പറയുന്നത് ധാരാളം. അക്തിറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധാരാളമാക്കുമെന്നാണ്. അക്തിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. സുഖഭോഗങ്ങളെ, സുഖാനന്ദങ്ങളെ നശിപ്പിച്ചു കളയുന്ന ആ സംഭവത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുന്ന, മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കണം എന്നുള്ളതാ. എന്റെ പ്രിയമുള്ളവരെ, നന്മകൾ ചെയ്യുക, മരണത്തെ കുറിച്ച് ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടെ ജീവിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അല്ലാഹുവിന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ പൊരുത്തവും കരസ്ഥമാക്കി മരിക്കുന്ന സമയത്ത് ആ റഹ്മത്തിന്റെയും പിന്നെ മലക്കുൽ മൗത്തും സംഘമൊക്കെ വന്നിട്ട് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു സംഭവത്തിൽ കാണാം. മലക്കുകള് നബി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയാൻ, മരിക്കുന്ന സന്ദർഭത്തില് അങ്ങനെയുള്ള അടിമകളുണ്ടല്ലോ, നന്മ ചെയ്ത് ജീവിക്കുന്ന അടിമകള്. സഹോദരങ്ങളെ, ആ മലക്ക് വന്നിട്ട് തുബശ്ശിറുഹു, അവനെ സന്തോഷവാർത്ത അറിയിക്കും. ബിറൗഹിൻ വറൈഹാനിൻ. റൗഹ് എന്ന് പറഞ്ഞാൽ ആശ്വാസം, റൈഹാൻ എന്ന് പറഞ്ഞാൽ പരിമളം, സുഗന്ധം. എന്ത് പരിമളം? സ്വർഗത്തിന്റെ സുഗന്ധം. അതുകൊണ്ടൊക്കെ സന്തോഷവാർത്ത അറിയിക്കുന്ന ആളുകളുണ്ട് എന്നാണ്. അർഹമുർ-റാഹിമീനായിട്ടുള്ള റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള മരണം വരിക്കുന്ന അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങളിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും റഹ്മാനായ നാഥ നിന്റെ റഹ്മത്ത് കൊണ്ട്
ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ റഹ്മാനായ നാഥ, മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ ശരിയായിട്ടുള്ള തൗഹീദിന്റെ വക്താക്കളായി മരണമടയുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റഹ്മാനേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.